ഒരു വൃന്ദ എന്ന് പറയുന്ന ഒരു പൊണ്ണി അപ്ലോഡ് ചെയ്തായിട്ട് ആ പൊണ്ണിയാണ് ഇവിടെ നിന്ന് വരുത്തി തീർത്ത് ഞാൻ എവിടെയോ ആണ് ഏതോ വീട്ടിലാണെന്നൊക്കെ വരുത്തി തീർക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടിക്കണ ജോലി ഉള്ള ബ്ലോട്ടിംഗ് ഗ്യാസ് എല്ലാം കൂടെ അടിക്കും. ഒരു പൊണ്ണി വരും രാവിലെയുള്ള 5-6 ആണുങ്ങളുമായിട്ട് ഇവരുടെ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലാണ് 5-6 ആണുങ്ങളുമായിട്ടൊക്കെ മെഴുകി നടക്കുകയാണ്. എന്നിട്ട് നമ്മളെ പേര് പറയുക ജോലി 5-6 ആണുങ്ങളുമായിട്ട് കയറി മെഴുകി നിൽക്കുക ജോലിയായിട്ട്. എന്നിട്ട് നമ്മളെ പേര് പറയുക. അവിടെ രാവിലെ എത്തും കുറെ 5-6 ആണുങ്ങളുമായിട്ട് വന്ന് കയറി എന്നെ തിരിപ്പാ ജോലി. ഒരു കഷണ്ടിയായും കുറെ അവന്മാരും എല്ലാം കൂടെ കയറി എന്നെ തിരിപ്പാ ജോലി. ഇത് എന്റെ വീടാ സാധേമന്ദൻ, ഞാൻ ഇവിടെയാ. എന്നിട്ട് ഇവിടെ ഇതിനകത്താണെന്നുള്ള അഭിനയം നടത്തുക ഇവള്. എന്നിട്ട് അതിന് നമ്മൾക്കൊന്നും തിന്നില്ലേലും 2 മണിയാണ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇച്ചിരിയും ചോറാ കഴിക്കുന്നത്. ഒരു പാല് കുടിക്കുന്നില്ല, ചായ കുടിക്കുന്നില്ല, രാവിലെ ഒന്നും കഴിക്കാറില്ല. ഒരു പഞ്ചസാര ഉപയോഗിക്കുന്നേ ഇല്ല നമ്മള്. പഞ്ചസാര തൊടുന്നേ ഇല്ല. പിന്നെ നല്ല ആഹാരം കഴിക്കണ്ടായോ? ഒരു നേരം നല്ല ആഹാരം കഴിക്കണ്ടായോ? രാവിലെ ഒന്നും കഴിക്കാറില്ല. 1 മണി 2 മണി വരെ പച്ച വെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ ഈ പപ്പായയും ആണ് കഴിക്കുന്നത്. എന്നിട്ട് ഇതാണ് നമ്മൾ നല്ലപോലെ ജോലിയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറമ്പെല്ലാം തൂക്കുക, ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. കൈയൊക്കെ നല്ല ശരിക്ക് കൈയും കാലും ഒക്കെ അനങ്ങി. എന്നിട്ട് ഇവന്മാരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ലേസർ അടി, നമ്മുടെ ഈ ഭാഗത്ത് ലേസർ അടി, പിന്നെ ഇവിടെ അടിച്ചിട്ട് നമ്മുടെ ഇവിടെ എല്ലാം തൂക്കുക. പിന്നെ നമ്മുടെ കാലിന്റെ ഈ വണ്ണ ഭാഗം ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ലേസർ അടിക്കുക. ഈ ഭാഗമെല്ലാം ഇങ്ങനെ ശോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേസർ അടിക്കുക. ഇവന്മാർ വേലകളൊക്കെയാണ്. ഇവിടെ കാലിന്റെ പാദത്തിന്റെ തൊട്ട് മേലുള്ള ഈ എന്താ പറയുന്ന ഈ ആ ഭാഗത്ത് ലേസർ അടിക്കാൻ ജോലി. ആംഗിളിന്റെ മേളിലിങ്ങനെ ഈ ഭാഗത്താണത് ഇങ്ങനെ അടിക്കുന്നത്. ഈ ഭാഗത്തോട്ട് ഇങ്ങനെ അടിക്കുക ജോലി ഈ ഭാഗത്ത്. പക്ഷെ കാണാമെന്ന് അറിയത്തില്ല. കാലിന്റെ പാദം കഴിഞ്ഞ് മേളിലോട്ട് വരുന്ന ആ ആംഗിളും കഴിഞ്ഞ് മേളിലോട്ടുള്ള ഭാഗത്തെല്ലാം ലേസർ അടിച്ച് അവിടുത്തെ ഇതെല്ലാം ഉരുക്കി ഇങ്ങനെ എന്താ ശോഷിപ്പിക്കുക. പിന്നെ എന്നിട്ട് പറയുകയാണ് എന്തുവാ അവിടെ വണ്ണം വെക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെന്തോ ആണ്, ആണുങ്ങൾ എല്ലാം ഇതായിരുന്ന കുറെ ഇതൊക്കെ പറയും. ചുമ്മാറാ ഇതൊക്കെ ഇവിടുമാരുടെ വേലകളാണ്. ഇതെല്ലാം കള്ളറുടെ വേലകളാണ്. അങ്ങനെയൊന്നും ഒന്നുമില്ല. അവിടെ നല്ല വണ്ണം ഉള്ളതാണ് നല്ലത് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ വണ്ണമുള്ളവർ നിങ്ങളെ ശോഷിപ്പിക്കാൻ അങ്ങനെ പല രീതിയിൽ പറയുള്ളൂ. നമ്മുടെ ബോഡിയിലേക്ക് മാറ്റാൻ. പിന്നെ ഇവിടുമാരുടെ ജോലികളാണ് പലയിടത്തെയും നമ്മുടെ ബട്ടക്സിന്റെ ഇതെല്ലാം കളയുക, ബട്ടക്സിന്റെ കൊഴുപ്പ് ഇങ്ങനെ ഉരുക്കുക, പിന്നെ ഇവിടുത്തെയൊക്കെ കൊഴുപ്പ് ഉരുക്കുക. ഇങ്ങനെ ഭയങ്കര ശല്യമാണ്. പുറത്തെ എന്തൊക്കെയോ ഇവിടുത്തെയൊക്കെയോ കൊഴുപ്പ് ഇങ്ങനെ ഉരുക്കി കളയുക. അങ്ങനെ ഭയങ്കര ഇതാണ്. നമ്മുടെ ദേഹത്തെല്ലാം ഇവിടുമാർ ലേസർ അടിക്കും. ഭയങ്കര അന്നേരം നമുക്കറിയാം. നമുക്ക് എന്താ പറയുന്നത് എങ്ങും എപ്പോഴും ഇല്ലാത്ത പോലത്തെ ഒരു ലേസറിന്റെ ചൂടാണ് നമ്മുടെ മുഖത്തോട്ട് അടിക്കുമ്പോഴുള്ള പോലത്തെ ചൂട്. മുഖത്ത് ഇവിടെ ഇങ്ങനെ തലമുടിയെല്ലാം പൊഴിക്കുക. ഇങ്ങനെ എത്ര നിങ്ങൾക്കറിയാം നല്ല മുടിയാണ് എനിക്ക്. എന്നിട്ട് ഇവിടുമാർ ഇതെല്ലാം പൊഴിക്കുക. നമ്മുടെ തലയിലെ മുടിയുടെ വോളിയം കുറയ്ക്കുക. ഇതൊക്കെയാണ് ഇവിടെ പരിപാടികൾ. ഒരു തുമ്പി എന്ന് പറയുന്ന വൃന്ദ അവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇത്രയും പൊണ്ണിയാണ്. അവിടെ മുഖം എല്ലാം കൂടി ഇരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മുഖം ഇങ്ങനെ ആക്കുക, കറപ്പിച്ച് ഇതാക്കുക. അവിടെ ഒരു കറുത്ത ഒരു സേവിഷ് ചെയ്യുക. അവളെ തന്തയാണോ എന്റേത്? അവളെ അമ്മയാണോ എന്റേത്? അവളുടെ അപ്പൂപ്പനെ ഒരു കാളവണ്ടി ഓടിച്ച് നടന്നവനാണ്. അവളാണോ ഞാന്? അവളല്ല ഞാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവള് എങ്ങനെ ഞാനാവോ പറഞ്ഞ ഇതാക്കാൻ പറ്റുമോ? എന്റെ അച്ഛനും എന്റെ അമ്മയും വേറെ, അവളുടെ വേറെ ഒരു വിദ്യാലയങ്ങളും വേറെ എന്ത് പറഞ്ഞാൽ അവിടെ പേര് ഇവിടെ തള്ളയുണ്ട്, കുഴിത്തള്ള. അവള് വേണം അവിടെ തള്ള. അതിനുള്ളതല്ലേ ഇത്. എന്റെ തന്തയും തള്ളയും അതൊന്നുമല്ല, വേറെ തന്തയും തള്ളയുമാണ്. എന്റെ തന്തയും തള്ളയുടെ നല്ല ഫോട്ടോയുടെ ഇരിപ്പുണ്ട്. ഇത് ഉമ്മാടെ ഞങ്ങളൊരു കെട്ട കഴിയുമ്പോ അവള് നമ്മളാവാൻ നോക്കുക, അഴിഞ്ഞാട്ടം നടത്തുക, ആൾമാറാട്ടം നടത്തുക. ഇപ്പൊ കണ്ടില്ലേ ഒരു പാമ്പിടിച്ച ഒരു മനുഷ്യനെ. ഇതുപോലെ കുറെ അഴിഞ്ഞാട്ടക്കാരികളുണ്ട്. നമ്മളെയും ഇതുപോലെ നമ്മുടെ പേര് വെച്ച് കളിക്കുന്നത്. ഇവിടെ ആരോ നമ്മുടെ പേര് വെച്ച് കളിക്കാൻ? ഇവർക്ക് ആരും അധികാരം കൊടുക്കുന്നത്? നമ്മളുടെ ആൾമാരാട്ടം നടത്താൻ ഇവർക്ക് ആരും ഈ അധികാരം കൊടുക്കുന്നത്? പിന്നെ നമ്മുടെ ഫോണൊക്കെ ക്ലോൺ ചെയ്ത് വെച്ച് എന്തൊക്കെയോ പരിപാടികളുണ്ട്. നമ്മുടെ ഫോണ് പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ 2 GB പെർ ഡേ ഉള്ള പ്ലാനാണ് എടുത്തിരിക്കുന്നത്. ഈ വൈഫൈ കൂടാതെ 2 GB പെർ പ്ലാൻ. ഈ 2 GB 1.5 GB തന്നെ ഞാൻ മാത്രം യൂസ് ചെയ്തു മണിക്കൂറുകളെല്ലാം ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഈ 2 GB ആയിട്ടും പിന്നെ പ്ലസ് വൈഫൈയും നമ്മളെ കൊണ്ട് അപ്ലോഡ് ചെയ്യിക്കാതാക്കുക. ഭയങ്കര പ്രശ്നങ്ങളായത്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുക പല രീതിയിൽ. നമ്മുടെ നെറ്റ്വർക്ക് ഇല്ലാതാക്കുക.
നോ സിം ഈസ് ഇൻസേർട്ടഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ മെസ്സേജ് വരിക. ഇത് പല പല വേലകളാ, ഇങ്ങനെ ഭയങ്കര വേലകളാണ്. അത് ഇതാക്കുന്നതെന്ന് വെച്ചാൽ ചിലതേ ദിവസം എന്ന് വെച്ചാൽ മുക്കും 25 ആണ് ആർക്കെങ്കിലും എന്നാണ് മുക്കുവിന്റെ യഥാർത്ഥ ഇത്. 81 എന്ന് കാണിക്കുന്ന ആ ദിവസമാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് പ്രോബ്ലം, നമ്മൾ വിളിക്കരുത്, ഇങ്ങനത്തെ ഡ്രാമകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇതാക്കുക. ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാര് ഭയങ്കര. അതുപോലെ ഇവിടെയും ഇതുപോലെ നമ്മുടെ ഇവിടെ അടുത്താണ്, മുക്കുവിന്റെ വീടിന് അടുത്താണ് ടവർ ഉള്ളത്, എന്നാലും നെറ്റ്വർക്ക് ഇല്ലെന്നാ പറയുന്നത്. എന്തോ നെറ്റ്വർക്ക് ഇല്ലായിരിക്കും ഇപ്പോ. ഇത് മലമുകളൊന്നും അല്ല, ഇങ്ങനെ പല പല വേലകളാണ് ഇവന്മാർ ചെയ്യുന്നത്. ഇന്റർഫിയറൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വൈഫൈ സിഗ്നൽസ് വീക്ക് ആക്കുക, പല പല വേലകളായിട്ട് നടക്കുക ഇവന്മാര്. ഭയങ്കര ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണ് നടത്തുന്നത്. എന്റെ കുറെ ഉണ്ട് ഇവന്മാര് നമ്മുടെ പൈസ പിടുങ്ങിയതിന്റെ ഇതുകൾ, നമ്മുടെ പൈസ പിടുങ്ങിയതിന്റെ പല ഇതുമുണ്ട്. അതുപോലെ ഇവന്മാര് നമ്മുടെ ജോബ് ലോസ് ഇൻഷുറൻസ്, എന്റെ LLB ഡിഗ്രി വെച്ച് LLB എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് ജോബ് ലോസ് ഇൻഷുറൻസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ BJP എന്ന് പറയുന്നത്. അവന്റെ ഉദ്ദേശം തന്നെ അതായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി പോകുമ്പോൾ തന്നെ ഇവൻ ജൂൺ 2002 ജൂൺ 16 ഇവനെ കല്യാണം കഴിച്ചത്. അന്ന് മുതൽ ഇവന് പ്രശ്നങ്ങളാണ്. എന്നിട്ട് ഇവൻ പിന്നെ നമ്മളെ കോടതി പോയി തിരിച്ചു വരുന്നത്, നീ നിന്റെ 2 ലക്ഷം പൂര വിറ്റ് ബാങ്കിലിട്ടാ നീ വരത്തില്ലല്ലോ. അപ്പൊ ഇവന്റെ ഉദ്ദേശമാണ് നമ്മൾ വരരുത്, അങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ അടിക്കണം എന്നൊരു ഉദ്ദേശമായിരുന്നു. എന്തോ അവൻ അങ്ങനെയായിട്ടുണ്ട്. ഇവിടെ ഞാനും എന്റെ അമ്മയേ ഉള്ളൂ, അല്ലാതെ വേറെ ആരില്ല. ചുമ്മാ കഥകൾ പറയും ഇവന്മാര്, പല പല കഥകളാണ്.